നമുക്കിനി വീണ്ടും മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ KPCC അധ്യക്ഷ സ്ഥാനത്തിനായും നേതാക്കളുടെ അവകാശവാദം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തി. സംവരണ മണ്ഡലങ്ങളിലെ മികച്ച വിജയം ചൂണ്ടിക്കാട്ടിയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. AICC അധ്യക്ഷനെ കണ്ടെന്ന റിപ്പോർട്ടുകൾ കൊടിക്കുന്നിൽ സുരേഷ് തള്ളിയില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സമയമായതുകൊണ്ട് ഡൽഹി ചെന്ന് അദ്ദേഹത്തെ കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് സമയം തന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. ഞാൻ തിരിച്ചു വരികയും ചെയ്തു. വേറെ വിശദമായ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. ഒരു പുതുമയുള്ള ഒരു സന്ദർശനമായിരുന്നില്ല. എന്തെങ്കിലും പുതുമയുള്ള സാധാരണഗതിയിൽ പാർലമെൻറ്റുള്ളപ്പോൾ പാർലമെൻറ്റിൽ വെച്ച് കാണും, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇല്ലാത്ത സമയത്ത് ഡൽഹി ചെല്ലുമ്പോൾ സമയം ചോദിച്ച് അദ്ദേഹത്തെ കാണുന്നത് പതിവാണ്, സ്ഥിരം പതിവാണ്. ആ പതിവ് തെറ്റിക്കാതെ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു. പിന്നെ ലോക്സഭ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചെന്നൈയിൽ മറ്റേ ജോസഫ് വിജയ് എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അത് ആര് KPCC അധ്യക്ഷനാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയും മറ്റ് സമുദായ സമവാക്യങ്ങളും ഒക്കെ പരിശോധിച്ച്, അതുപോലെ തന്നെ നേതാക്കളുടെ ഉള്ള പ്രവർത്തന ക്ഷമതയും എല്ലാം പരിശോധിച്ചിട്ടായിരിക്കും AICC അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അധ്യക്ഷനെ തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, അങ്ങനെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഒരു സൈഡിൽ വടംവലി നടക്കുന്നു, മറ്റൊരു വശത്താകട്ടെ KPCC അധ്യക്ഷനാകാനുള്ള വടംവലിയും. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. അദ്ദേഹം ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? പ്രവിധ, ഇന്നലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിലെത്തി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നതായുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനിടയിൽ ഈ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് മന്ത്രിയായേക്കുമെന്നും ഈ ഒഴിവ് വരുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതിനോടകം തന്നെ നേതാക്കൾ എത്താനായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ നേതാക്കൾ നടത്തുന്നുണ്ട്. അതിൽ ബെന്നി ബെഹനാന്റെ അടക്കം പേരുകൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് കൂടി ആ സ്ഥാനത്തേക്ക് എത്താനായിട്ട് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 16 സംവരണ സീറ്റുകളിൽ 11ലും UDF വിജയിക്കാൻ കഴിഞ്ഞു. അത് UDF സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടമായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ താൻ ഈ സ്ഥാനത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ അർഹനാണെന്നും ഇതിനു മുൻപ് ചില പദവികളിലേക്കൊക്കെ തന്നെ താൻ എത്താനായിട്ടുള്ള ഒരു ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും താൻ അവിടെയൊക്കെ തന്നെ തഴയപ്പെട്ടു എന്ന തരത്തിൽ അദ്ദേഹം AICC അധ്യക്ഷനുമായി സംസാരിച്ചപ്പോൾ ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ചില സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഏതാണെങ്കിലും നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് MPയുമായി തന്നെ സംസാരിച്ചു ഈ വിഷയം. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. പക്ഷെ അതിന്റെ ചർച്ചകളിലേക്കൊന്നും തന്നെ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തെ ഇത് പരിഗണിക്കണം എന്ന രീതിയിലേക്കാണ് അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ കൂടി AICC അന്തിമ ചർച്ചയിൽ പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷയിൽ കൂടി തന്നെയാണ് അദ്ദേഹം ഉള്ളത്. പ്രവിത. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.